അജിയേട്ടാ, ഞാനിന്ന് വീട്ടിലെത്താൻ ലേറ്റാകും. അമ്മയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അജിയേട്ടൻ ഇന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ അമ്മയെയും കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാമോ? വാട്സപ്പിൽ ഭാര്യ സംഗീതയുടെ മെസ്സേജ് കണ്ടു. അജിത്തിനൊന്ന് തുള്ളിച്ചാടാൻ തോന്നി. ഓക്കെ, ഞാൻ കൊണ്ടുപോകാം. സമയം അപ്പോൾ ഉച്ച കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അപ്പോൾ തന്നെ ഓഫീസിൽ ഹാഫ് ഡേ ലീവിന് എഴുതി കൊടുത്തതിനു ശേഷം നേരെ സംഗീതയുടെ വീട്ടിലേക്ക് തിരിച്ചു. അജിത്തും സംഗീതയും വിവാഹം കഴിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. സംഗീതയ്ക്ക് യൂട്രസിൽ ചില പ്രശ്നങ്ങളുള്ളത് കാരണം ഇതുവരെ അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. സംഗീത അതിന്റെ ട്രീറ്റ്മെന്റിലുമാണ്. കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാത്തതിന്റെ പേരിൽ അജിത്ത് ഒരിക്കൽ പോലും അവളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. രണ്ടുപേരും നല്ല സ്നേഹത്തോടെയാണ് കഴിയുന്നത്. അവന്റെ വീട്ടുകാരും അവളോട് അങ്ങനെ തന്നെയായിരുന്നു. ഉച്ചക്കലത്തെ ഊണ് കഴിഞ്ഞ് സരിത വരാന്തയിലിരിക്കുമ്പോഴാണ് ഗേറ്റ് കടന്ന് അജിത്തിന്റെ കാറ് മുറ്റത്തേക്ക് വന്നു നിന്നത്. മരുമകന്റെ വണ്ടി കണ്ടതും സരിത ഉത്സാഹത്തോടെ ചാടി എഴുന്നേറ്റു. കാറിൽ തന്റെ മകൾ സംഗീത ഇല്ലെന്ന് കണ്ടതും അവരുടെ ഉത്സാഹം വർദ്ധിച്ചു. അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടെന്ന് സംഗീത പറഞ്ഞല്ലോ, എന്തുപറ്റി, സുഖമില്ലേ? അജിത്ത് അവരുടെ അടുത്ത് വന്നു നിന്നു. കഴിഞ്ഞ ആഴ്ച ഒന്ന് പനിച്ചതാണ്. ശേഷം തുടങ്ങിയ ചുമ ആണ്. ഒന്നും കഴിച്ചിട്ടും മാറിയിട്ടില്ല അജി. അതൊന്ന് ഡോക്ടറെ കാണിക്കാന്ന് വെച്ച് സംഗീത ഇങ്ങോട്ട് വിളിച്ചത്. എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു മടി. ഞാൻ ഇപ്പോൾ തന്നെ അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചുമയ്ക്കുള്ള ഒരു മരുന്ന് വാങ്ങിക്കൊണ്ട് തരാം. അത് കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് പോയി ഒരു ഡോക്ടറെ കാണിക്കാം. ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ തന്നെ അജിത്ത് തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ചുമയ്ക്കുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു. നീ ഇങ്ങോട്ട് വന്ന കാര്യം സംഗീതയ്ക്ക് അറിയുമോ? അജിത്തിനുള്ള ചോറ് വിളമ്പുമ്പോൾ സരിത ചോദിച്ചു. അവള് തന്നെ ആ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വിട്ടത്. അതേതായാലും നന്നായി. ഇങ്ങനെയൊക്കെയല്ലേ നിന്നെ എനിക്കൊന്ന് അടുത്ത് കാണാൻ പറ്റൂ. സരിത വല്ലാത്ത ഭാവത്തിൽ അവനെ നോക്കി ചിരിച്ചു. നമ്മൾ പരസ്പരം ഒന്ന് കണ്ടിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ടാണ് സംഗീത പറഞ്ഞത് കേട്ടതും ഞാൻ അപ്പോൾ തന്നെ ലീവ് എഴുതി കൊടുത്ത് ഇങ്ങോട്ട് പാഞ്ഞു വന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരം അച്ഛൻ വരുന്നത് വരെ നമുക്കൊരുമിച്ചിരിക്കാമല്ലോ. അജിത്ത് സരിതയുടെ തോളിലൂടെ കൈയിട്ട് അവരെ ചേർത്ത് പിടിച്ചു. സുമേഷേട്ടൻ ഇന്ന് ചിലപ്പോഴേ വരൂ. ബിസിനസ് സംബന്ധമായ എന്തോ യാത്രയുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാനും സംഗീതയും കൂടി ഇന്നിവിടെ കൂട്ടുകിടക്കാം. രാത്രി അവൾ ഉറങ്ങിയിട്ട് ഞാനും നിങ്ങളുടെ റൂമിലേക്ക് വരാം. സരിത അടിമുടിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അജിത്ത് പറഞ്ഞു. പിന്നെ നീ ഇവിടെ ഉള്ളപ്പോഴൊക്കെ നമ്മൾ അത് തന്നെയല്ലേ ചെയ്യാറ്. എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ സംഗീതയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറയാം. പിന്നെ ഒരാഴ്ചയെങ്കിലും ഇവിടെ നിന്നതിന് ശേഷം നിങ്ങൾ തിരിച്ചു പോയാൽ മതി. അത്രയും ദിവസം എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അത് പറയുമ്പോൾ സരിതയുടെ കണ്ണുകളിൽ മരുമകനോടുള്ള പ്രണയവും കാമവും നിറഞ്ഞു. തന്റെ മകളുടെ ഭർത്താവായി വന്ന അജിത്തിനെ എപ്പോഴാണ് സ്നേഹിച്ചു തുടങ്ങിയതെന്ന് സരിതയ്ക്ക് അറിയില്ലായിരുന്നു. അതുപോലെ സ്വന്തം അമ്മയ്ക്ക് തുല്യം കാണേണ്ട ഭാര്യയുടെ അമ്മയെ എപ്പോഴാണ് മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങിയതെന്ന് അജിത്തിനും അറിവില്ല. സംഗീതയുടെയും അജിത്തിന്റെയും കല്യാണശേഷം 2 വർഷം കഴിഞ്ഞാണ് അജിത്തും സരിതയും തമ്മിൽ അടുക്കുന്നത്. 3 വർഷത്തോളം തങ്ങളുടെ ബന്ധം ആരും അറിയാതെ സൂക്ഷിക്കാൻ അവർക്ക് സാധിച്ചു. സരിതയും അജിത്തും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും കാണുമ്പോൾ അത് മരുമകനോടുള്ള സ്നേഹമായി മറ്റുള്ളവരും ധരിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കണ്ണിൽ അവർ എപ്പോഴും സേഫായിരുന്നു. തന്റെ അമ്മയെ തന്നെക്കാൾ അധികം സ്നേഹിക്കുന്ന അജിത്തിനോട് സംഗീതയ്ക്ക് അടങ്ങാത്ത ബഹുമാനവും ഉണ്ടായിരുന്നു. സരിതയുടെ ഭർത്താവിനും മരുമകൻ പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും ചേർന്ന് തങ്ങളെ ചതിക്കുകയാണെന്ന് മാത്രം അവർ അറിഞ്ഞതേയില്ല. 18 വയസ്സിൽ വിവാഹം കഴിക്കുകയും 19 വയസ്സിൽ സംഗീതയെ പ്രസവിക്കുകയും ചെയ്ത സരിതയ്ക്ക് അവളുടെ 40-ാം വയസ്സിലും സൗന്ദര്യവും യൗവനവും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ മകളെക്കാൾ അധികം സുന്ദരിയായിരുന്നു സരിത ഈ മധ്യവയസ്സിലും. അവരുടെ സൗന്ദര്യം തന്നെയാണ് മരുമകനെ അവരിലേക്ക് അടുപ്പിച്ചതും. സുമേഷ് ജോലിക്ക് പോകുന്ന അവസരത്തിലൊക്കെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് സരിതയുടെ അടുത്തെത്തുന്ന അജിത്ത് അവരുടെ മോഹങ്ങൾ ആരും അറിയാതെ സാധിച്ചു പോതിരുന്നു. അങ്ങനെ ഇന്നും തങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ കിട്ടിയ ആ അവസരം ഉപയോഗിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? സംഗീത വരുന്നതിനു മുമ്പേ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കണ്ടേ? സരിതയെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ച് അവരുടെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് അജിത്ത് ചോദിച്ചു. നീ വാടാ, നമുക്ക് റൂമിലേക്ക് പോകാം. ഹാളിന്റെ വാതിൽ ഭദ്രമായി അടച്ചു പൂട്ടിയതിനു ശേഷം സരിത മരുമകനെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു. ബെഡ്റൂമിലെത്തിയതും ആ വാതിലൊന്ന് അടയ്ക്കാൻ പോലും മെനക്കെടാതെ അജിത്ത് ആവേശത്തോടെ സരിതയെ വാരിപ്പുണർന്നു. ആക്രാന്തത്തോടെ അവൻ അവളുടെ മാറിടങ്ങളിലും വയറിലും ഞെരിച്ചമർത്തി. ഇരുവരും വിവസ്ത്രരായി. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ അജിത്ത് അവരെയും കൊണ്ട് കട്ടിലിലേക്ക് മറിഞ്ഞു. ഇരുവരും ബെഡ്റൂമിൽ കിടന്ന് ആർമാദിക്കുന്ന സമയത്താണ് ബിസിനസ് ആവശ്യത്തിന് പോയ സരിതയുടെ ഭർത്താവ് സുമേഷ് എന്തോ ഫയൽ എടുക്കാനായി തിരിച്ചു വന്നത്. കോളിംഗ് ബെല്ലിൽ വിരലമർത്തിയപ്പോൾ അത് ശബ്ദിക്കാത്തതിനാൽ കറണ്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. മുൻവാതിലിൽ കുറേ മുട്ടിയെങ്കിലും സരിതയും അജിത്തും മുകളിലെ ബെഡ്റൂമിലായതിനാൽ താഴെ വാതിലിൽ മുട്ടുന്ന ശബ്ദം അവർ കേട്ടില്ല. കുറച്ചു സമയം വാതിൽ തട്ടിയിട്ടും അത് തുറക്കാത്തതിനാൽ സുമേഷ് പിന്നാമ്പുറത്തേക്ക് ചെന്നു. അടുക്കള വാതിൽ പതിയെ ചാരിയിട്ടേ ഉള്ളൂ എന്ന് കണ്ടതും അയാൾ അതുവഴി അകത്തേക്ക് കയറി.
സരിത ഉറങ്ങുകയായിരിക്കുമെന്നാണ് ബെഡ്റൂമിലെത്തുന്നതുവരെയും അയാൾ വിചാരിച്ചിരുന്നത്. എന്നാൽ മുകളിലേക്ക് കയറി തങ്ങളുടെ ബെഡ്റൂമിലെത്തിയ സുമേഷ് കാണുന്നത് പൂർണ്ണ നഗ്നരായി കെട്ടിപ്പിടിച്ചു കിടക്കുന്ന മരുമകനെയും തന്റെ ഭാര്യയെയുമാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ട ആ കാഴ്ചയിൽ അയാൾ നടുങ്ങി തരിച്ചുപോയി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നെങ്കിലും സുമേഷ് പെട്ടെന്ന് വിവേകത്തോടെ ചിന്തിച്ച് ഫോണിൽ അവിടെ നടക്കുന്ന രംഗങ്ങൾ പകർത്തി. ഉടൻ തന്നെ അടുത്ത ബന്ധുക്കളെയും മകളെയും വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടതിനു ശേഷം സുമേഷ് താഴെ ഇറങ്ങിപ്പോയി. അയാൾ വന്നതും പോയതും ഒന്നും അജിത്തും സരിതയും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ ഇരുവരും ആ സ്വർഗീയ നിമിഷങ്ങൾ അനുഭവിച്ചറിയുകയായിരുന്നു. അത്യാവശ്യമായി വീട്ടിലെത്തണമെന്ന് പറഞ്ഞ് അച്ഛൻ വിളിച്ചതിനാൽ സംഗീത തന്റെ ജോലി തിരക്കുകൾ മാറ്റിവെച്ച് വേഗം ഓഫീസിൽ നിന്നിറങ്ങി വീട്ടിലെത്തി. ഒപ്പം മറ്റു ബന്ധുക്കളും വന്നു. എല്ലാവരെയും വിളിച്ചുകൊണ്ട് സുമേഷ് മുകളിലെ ബെഡ്റൂമിൽ പോയി അവർക്ക് ആ കാഴ്ച കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് മുറിയിലേക്ക് ഇടിച്ചു കയറി വന്ന ബന്ധുക്കളെയും മകളെയും ഭർത്താവിനെയും ഒക്കെ കണ്ട അജിത്തും സരിതയും ഒരുപോലെ ഞെട്ടിത്തെറിച്ചു. തന്റെ ഭർത്താവും അമ്മയും കിടക്ക പങ്കിടുന്ന ദൃശ്യങ്ങൾ നേരിട്ട് കണ്ട ഞെട്ടലിലായിരുന്നു സംഗീത. പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രതീക്ഷിക്കാതെ ഏറ്റ ആ ചതിയിൽ അവർ നീറിപ്പുകഞ്ഞു. തെളിവുകൾ സഹിതം ഇരുവരെയും കൈയോടെ പിടിച്ചതിനാൽ ആ നിമിഷം തന്നെ സരിതയെയും അജിത്തിനെയും ആ വീടിന് പുറത്താക്കി. അജിത്തിനെ ഇറക്കിവിടുമ്പോൾ സംഗീത കഴുത്തിൽ കിടന്ന താലി അവന്റെ മുഖത്തേക്ക് പൊട്ടിച്ചെറിഞ്ഞിരുന്നു. പടി കടന്നു പോകുന്ന അമ്മയെയും ഭർത്താവിനെയും ഒന്നു നോക്കിയിട്ട് അച്ഛന്റെ നെഞ്ചിൽ ചാരി സംഗീത ഹൃദയം പൊട്ടിക്കരഞ്ഞു. അവരിൽ നിന്നും പ്രതീക്ഷിക്കാതെ ഏറ്റ ആ ചതിയിൽ നീറിപ്പുകയുകയായിരുന്നു അവളുടെ ഹൃദയം. ആ നിമിഷം സുമേഷിന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു.